വാർത്തയിലേക്ക് സ്വാഗതം. സമ്പൂർണ്ണ ശുചിത്വ ടൗൺ പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ശുചിത്വം നിലനിർത്തുന്ന രണ്ടാമത്തെ ടൗൺ പ്രഖ്യാപനം വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ പാച്ചപ്പൊയ്ക ടൗണിൽ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ഗീതയുടെ അധ്യക്ഷതയിൽ പരിസ്ഥിതി ഗവേഷകനും സർ സയ്യിദ് കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ ഗലീൽ ചൊവ്വ നിർവഹിച്ചു. സന്തോഷം തോന്നുന്ന ഒരു പരിപാടിയാണിത്. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ടൗൺ സ്ക്വയർ ഉണ്ടാകുകയും ആ ടൗൺ സ്ക്വയറിനെ ഒരു സൗന്ദര്യവൽക്കരിച്ച് ഒരു മാതൃകയായി മാറുകയും ചെയ്യുന്നതിന്റെ സന്തോഷമാണ് എനിക്കുള്ളത്. നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായി കാണുന്ന കാഴ്ചയായി. നേരത്തെ പറഞ്ഞ പോലെ സുൽത്താൻ ബത്തേരിയിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. കാടാച്ചിറയിലും ഒരു പരിധിവരെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ പാച്ചപ്പൊയ്കയും അതിന് മാതൃകയാവുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഉദ്ഘാടനത്തിന് ശേഷം ഒരു ദിവസം പോലും മുടക്കം വരാതെ നാട്ടുകാരെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംഭാവനയായും സമ്മാനങ്ങളായും ടൗണിനെ എങ്ങനെയാണോ മനോഹരമാക്കാൻ പറ്റുക, ചൂല് മുതൽ മനോഹരമായ വസ്തുക്കൾ വരെ സംഭാവനയായി സ്വീകരിച്ചുകൊണ്ടാണ് നാടിന്റെ മാതൃകയായി ഈ ടൗൺ മാറിയിരിക്കുന്നത്. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം പവിത്രൻ, എൻ വിജിന, സി രൂപേഷ്, ശുചിത്വ മിഷൻ പി ആർ ലത കാണി, അത്തിക്ക സുരേന്ദ്രൻ, എം രാഘവൻ മാസ്റ്റർ, എം ദാമു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സൗന്ദര്യവൽക്കരണം നടത്തിയ പാച്ചപ്പൊയ്ക ടൗൺ മാർച്ച് 4-ന് ബഹുമാനപ്പെട്ട എം പി ശ്രീ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മുടങ്ങാതെ എല്ലാ ദിവസവും ശുചീകരണം നടത്തി ചെടികൾക്ക് വെള്ളവും വളവും നൽകി പരിപാലിക്കുകയും ചെയ്തു വരുന്നു. ഇതിന്റെ ഭാഗമായി ടൗണിന് ഒരു ജിറാഫിന്റെയും മാനിന്റെയും ശില്പങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് ശുചിത്വ സന്ദേശ റാലിയും ശുചിത്വ സന്ദേശ പ്രതിജ്ഞയും നടന്നു.